തിരുവല്ലയിലെ കൂട്ടബലാത്സംഗത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ രംഗത്തെത്തിയിരിക്കുന്നു. മറ്റൊരു സ്പാ ഉടമയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് സ്പാ ഉടമ സഞ്ജയ് ആരോപിക്കുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകും. കേസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായെന്ന പരാതിയിൽ പോലീസുകാരിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. സ്പാകളിൽ നിന്ന് പോലീസ് മാസപ്പടി വാങ്ങുന്നുവെന്ന ആരോപണവും അന്വേഷിക്കും. തിരുവല്ല ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. എസ് വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, തിരുവല്ലയിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ തന്നെയാണ് പോലീസിന് നേരെ അടക്കം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. എന്താണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊപ്പം തന്നെ കേസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? തിരുവല്ല സ്പാ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ അന്വേഷണം തുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഉന്നത നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിലുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംശയം. പോലീസുകാരിൽ ചില സ്പാകളിൽ നിത്യ സന്ദർശകരാണെന്നും വിവരമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരുടെ ഭാഗത്തേക്കും അന്വേഷണം നീങ്ങുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ നിന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന വിവരമുണ്ട്. 6 പ്രതികളിൽ മരണസുബിനും മെർലിദാസും മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായത്. ഫെബ്രുവരി 1 ഗുണ്ടകൾ സ്പായിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരിയെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കാപ്പ കേസ് പ്രതിയായി മരണ സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളുമായി പലതവണ സ്പായിലെത്തി ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടിരുന്നു. 50,000 നൽകണമെന്നായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്. സ്പാ ഉടമ ആ ആവശ്യം തള്ളിയതോടെ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പണം കിട്ടില്ലെന്ന് വന്നതോടെ ഫെബ്രുവരി 1 ഉച്ചയ്ക്കാണ് സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറി യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാസപ്പടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഇത്രയും നേരം വാർത്തകളെല്ലാം വന്നിരുന്നെങ്കിലും ഇപ്പോൾ സാഹചര്യമൊക്കെ മാറി മറിയുന്ന ഒരു കാര്യമാണ് ഉണ്ടാകുന്നത്. സ്പാ ഉടമ പറയുന്നത് മറ്റൊരു സ്പാ ഉടമ നൽകിയ കൊട്ടേഷനാണ് സുബിന് മറ്റൊരു സ്പാ ഉടമ നൽകിയ കൊട്ടേഷനാണ് ഇപ്പോൾ ഈ ബലാത്സംഗത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് എന്നാണ് സ്പാ ഉടമ പറയുന്നത്. ഇതിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ മറ്റൊരു സ്പാ ഉടമ സ്പായുടെ വളർച്ച കാരണം നൽകിയ, അതായത് വിഷ്ണു, മറ്റൊരു സ്പാ ഉടമ കൊട്ടേഷൻ നൽകി, അതായത് ഒരു വ്യക്തിവിരോധത്തിന്റെ പേരിൽ ഇതൊരു കൊട്ടേഷൻ നൽകിയതാണ്, അല്ലാതെ ഒരു ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല എന്നാണോ ഈ സ്പാ ഉടമ ഇപ്പോൾ ആരോപിക്കുന്നത്? അത് സ്പാ ഉടമ സഞ്ജയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മാസപ്പടി ആയി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇത് ഈ മാസപ്പടി എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കാര്യം മാത്രമാണ്. ഇതിനകത്ത് മാസപ്പടിയായി യാതൊരുവിധ ബന്ധവുമില്ല. മറ്റൊരു സ്പാ ഉടമ ഈ സ്പായുടെ വളർച്ച തകർക്കാൻ വേണ്ടി നൽകിയ കൊട്ടേഷൻ മാത്രമാണ് ഈ പറയുന്ന മരണസുബിന് നൽകിയ കൊട്ടേഷനാണ് ഈ ബലാത്സംഗത്തിലേക്ക് കലാശിച്ചതെന്നാണ് സ്പാ ഉടമ സഞ്ജയ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 1 ആയിരുന്നു സംഭവം ഉണ്ടായത്. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് പുറം ലോകം പോലും അറിയുന്നത്. ഇതിന്റെ പുറകിൽ പോലീസുകാർ ഉൾപ്പെടെ സഹായമുണ്ട്, അല്ലെങ്കിൽ മരണസുബിനെ പോലീസുകാർ ഉൾപ്പെടെ സഹായിക്കുന്നു എന്നുള്ള ആരോപണവും സ്പാ ഉടമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അന്വേഷണത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവല്ല ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം മുൻപോട്ട് പോകുക. ഇതിൽ 3 പേരെ മാത്രം ഇന്നലെ പിടിച്ചിരുന്നത്. ബാക്കി 3 പേർ ഒളിവിലാണ്. ഇവരെ ഇന്ന് കണ്ടെത്താൻ ആകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും തിരുവല്ലയിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളാണ് ഇപ്പോൾ സ്പാ ഉടമ ഉന്നയിക്കുന്നത്. നേരത്തെ ഗുണ്ടാപിരിവ് നൽകാത്തതിനെ തുടർന്നാണ് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരു സ്പാ ഉടമ നൽകിയ കൊട്ടേഷൻ അതൊരു ബിസിനസ് ശത്രുതയിൽ നൽകിയ ഒരു കൊട്ടേഷനാണ് എന്നുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസിനെതിരെയും ഈ ആരോപണങ്ങൾ വരുന്നുണ്ട്. പോലീസും ഇവർക്ക് കൂട്ടുനിന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ്. എന്തായാലും സ്പാകളിൽ നിന്ന് പോലീസ് മാസപ്പടി വാങ്ങുന്നു ഗുരുതരമായ ആരോപണമാണ്. അതെ, ഇപ്പോൾ സ്പാ ഉടമ തത്സമയം ചേരുകയാണ്. അതായത് ഈ കേസ് ഇന്നലെ പുറത്ത് വന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ കേട്ടിരുന്നത് ഗുണ്ടാപിരിവ് നൽകിയില്ല, ഈ ഗുണ്ടാപിരിവ് നൽകാത്തത് കൊണ്ടുള്ള പകയാണ് അവര് ജീവനക്കാരി ഇങ്ങനെ ഒരു അതിക്രമത്തിലേക്ക്, ജീവനക്കാരിക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായതെന്നാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവം എന്ന് താങ്കൾ ആരോപിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് താങ്കൾ കരുതുന്നത്? അതായത് നമസ്കാരമുണ്ട്. നമുക്കിപ്പോ ഗുണ്ടാപിരിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ നമുക്ക് നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് അതിലോട്ട് പോകുന്നത്.
ഇതിപ്പോ വന്നപ്പോ തന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കാപ്പ കേസ് പ്രതികൾ നമ്മുടെ കൊട്ടേഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് പിന്നെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. 2 മണിക്കൂറോളം അവിടെ ബലാത്സംഗം ചെയ്യുമായിരുന്നു. അതെ, അത് വീഡിയോ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ആരെയാണ് താങ്കൾക്ക് സംശയം? ഇപ്പോ ഗുണ്ടാപ്പിരിവല്ല എങ്കിൽ മറ്റൊരു സ്പാ ഉടമയുടെ കൊട്ടേഷനാണ് എന്ന് അങ്ങ് ആരോപണം ഉന്നയിക്കുകയാണ്. ആരാണ്? അത് നമുക്കറിയത്തില്ല, അത് പോലീസ് കണ്ടെത്തേണ്ട കാര്യമാണല്ലോ. അല്ല, അങ്ങ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചോ? മറ്റൊരു സ്പാ ഉടമയുടെ കൊട്ടേഷനാണ് എന്ന് അങ്ങ് സംശയിക്കുന്നു അല്ലേ? ആ സംശയിക്കുന്നത് സംശയമല്ല, അത് കൊട്ടേഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കൊട്ടേഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഡോറ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 1ാം നില വെച്ചിട്ടാണ് ഈ സംഭവം. കാരണം നമുക്ക് താഴത്തെ നില വെച്ച് നമുക്ക് കൂടുതൽ സൗണ്ട് പുറത്തു വരും എന്നുള്ള രീതിയിൽ ജസ്റ്റ് മേളിലത്തെ നില വെച്ചിട്ടാണ് സംഭവം. ഫുള്ള് ഡോറും എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേസ് അന്വേഷണത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന് താങ്കൾ പറയുന്നുണ്ട്. പോലീസുകാർക്കെതിരെ കൂടെ മാസപ്പടി വാങ്ങുന്നു സ്പാകളിൽ നിന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുള്ള ഒരു ആരോപണമാണോ? അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ താങ്കൾക്ക് തെളിവുകൾ അടക്കം നൽകാൻ കഴിയുമോ? ഇല്ല, അങ്ങനത്തെ സംഭവമില്ല. അത് പോലീസുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സംഭവം. അതാണല്ലോ ഇപ്പൊ നമുക്ക് 4 പ്രതികളെ നമ്മൾക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്തതും ആ സ്പോട്ടിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ. അതായത് കേസ് അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. എന്തോ? കേസ് അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. നല്ല സപ്പോർട്ടാണ് DSP സാറിന് അടുത്താണെന്നുണ്ടെങ്കിലും CI സാറിന് നല്ല സപ്പോർട്ടാണുള്ളത്. അതെ. ഇപ്പൊ മറ്റൊരു സ്പാ ഉടമയുടെ കൊട്ടേഷനാണ് എന്നുള്ള കാര്യം നിങ്ങൾ പോലീസിനെ അറിയിച്ചോ? പരാതിയിൽ അതുണ്ടോ? അതെ, അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് കൊട്ടേഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ അത് റിവീൽ ചെയ്ത് കഴിഞ്ഞല്ലോ. അത് നമ്മുടെ കൊട്ടേഷൻ സംഘം വന്നിട്ട് റിവീൽ ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് സംഭവം. ആളുടെ പേരും ഒക്കെ നിങ്ങൾ പോലീസിനെ അറിയിച്ചു? അല്ല, നേരത്തെ നമുക്ക് അറിയത്തില്ല സംഭവം. അല്ലെങ്കിൽ ഒരു ശത്രുതയാണെങ്കിൽ തന്നെ താങ്കൾക്കെതിരെയല്ല, വ്യക്തിപരമായ ഒരു ജീവനക്കാരിക്കെതിരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊരു ബിസിനസ് പരമായ ഒരു ശത്രുത അവിടെ ഒരു ജീവനക്കാരിയോട് തീർക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമില്ലേ? ജീവനക്കാരിയോട് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സെപ്പറേറ്റ് ഒരു പേഴ്സണൽ റിവെഞ്ച് ഒന്നും വേണ്ട യാതൊരു കാര്യമില്ല ആ ജീവനക്കാരിയായിട്ട്. അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇപ്പം അവര് റിക്കവറായി വരുന്നുണ്ട്. ഇപ്പം ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ റിക്കവറായി വരുന്നുണ്ട്. കുഴപ്പമില്ല, സേഫാണ്. ശരിക്കും വളരെ ക്രൂരമായ അതിക്രമം അവിടെ നടന്നു അല്ലേ? അതെ അതെ. ശരി, വളരെയധികം നന്ദി അവസരത്തിൽ സംസാരിച്ചത്. എന്തായാലും സ്പാ ഉടമയുടെ ആരോപണം മറ്റൊരു സ്പാ ഉടമയുടെ കൊട്ടേഷനാണ്. അതൊരു ഗുണ്ടാപിരിവ്, നേരത്തെ വാർത്തകളിൽ പറഞ്ഞതുപോലെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ഗുണ്ടാപിരിവാണെന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അത് വ്യക്തിപരമായും അല്ലെങ്കിൽ ബിസിനസ് പരമായുള്ള ഒരു ശത്രുതയുടെ പുറത്തുള്ള ആക്രമണമാണ് ജീവനക്കാരിക്ക് നേരെ ഉണ്ടായത്.